ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രൈസി സ്റ്റിച്ചിങ്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി ദിവസങ്ങളായി. പിള്ളേരുടെ പരീക്ഷയും പിന്നെ കോളേജിലൊക്കെ പോകുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബ്ലൗസിൻ്റെ കഴുത്ത് ഭാഗം എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് കാണാം. നമ്മൾ ഇതുപോലെ ഇപ്പം ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു. അപ്പം ബാക്കിയുള്ള ഈ തുണി ഇതാണ് നമ്മൾ കഴുത്ത് ഭാഗം പിന്നെ മുറിച്ചെടുക്കാൻ പോകുന്നത്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ചരിച്ചാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. 1 ഇഞ്ച് മതി. 1 ഇഞ്ച് വീതി വെച്ചിട്ട് ഇതുപോലെ ക്രോസായിട്ടാണ് നമ്മൾ ഈ തുണി മുറിച്ചെടുക്കേണ്ടത്. കഴുത്ത് ഭാഗമായതുകൊണ്ട് എന്നാലേ നമുക്ക് കഴുത്തുള്ള ആ ഷേപ്പിനെ തന്നെ കിട്ടുകയുള്ളൂ. പിന്നെ പോയിൻ്റ് നെക്കൊക്കെ വെച്ച് തയ്ക്കുവാണെങ്കിൽ നേരായിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. പിന്നെ ഇത് റൗണ്ട് കഴുത്തായതുകൊണ്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് എല്ലാം ഒരുപോലെ തന്നെ ഒരു അളവിന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കഴുത്ത് മുഴുവനും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കർവായിട്ട്. അപ്പം ഈ തുണിയിൽ ഇങ്ങനെയുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ തിരിച്ചാണ് വെക്കേണ്ടത്. ഇങ്ങനെ നേരായിട്ട് വെക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തില്ല. ഇതുപോലെ ഈ ഇങ്ങനെ നീളവശത്തിലുള്ളത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ ഭാഗം നമ്മൾ ജോയിൻ്റ് ചെയ്യേണ്ടത്. ഇത് 3/4 ഇഞ്ച് വീതി ഉണ്ടെങ്കിൽ മതി, കൂടുതലൊന്നും വേണ്ട. പിന്നെ കഴുത്ത് ഭാഗമായതുകൊണ്ട് ഒത്തിരി വീതി വേണ്ടല്ലോ, അതുകൊണ്ട് 3/4 ഇഞ്ച് വീതി മാത്രം ഉണ്ടെങ്കിൽ മതി. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ നേരായിട്ട് നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നേരായിട്ട് കിട്ടുവേ. ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് ആവശ്യപ്പെടുന്ന അളവിന് ഇങ്ങനെ നീളവശത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഇപ്പോൾ നമ്മൾ ഇത് തയ്ച്ചിരിക്കുന്ന ഇത് ശരിയല്ല. ഇത് ഞങ്ങൾക്ക് ഈ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്ച്ചതാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ തുണി അങ്ങനെ അങ്ങോട്ടൊന്ന് മറിച്ച് വെക്കുമ്പം ഇതുപോലെ എങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ശരിയല്ല. ഇത് നമുക്ക് നേരായിട്ട് വേണം കിട്ടേണ്ടത്. ഇങ്ങനെ ചരിച്ചിട്ട് വേണം മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഈ തുണി ഇതിങ്ങോട്ട് ചരിച്ച് കർവായിട്ട് ഇങ്ങനെ വെക്കണം. ഇത് കണ്ടില്ലേ, ഇത് നേരായിട്ടുള്ള പീസാണ്. അപ്പം ഇത് ഇങ്ങനെ തയ്ച്ചിട്ട് നമുക്ക് ഈ തുമ്പുണ്ടല്ലോ, ഈ തയ്യൽ തുമ്പിനുള്ള ഈ തുണി ഉൾവശത്തിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം ചെറുതായിട്ടൊന്ന് മടക്കി ഒരു 1/4 ഇഞ്ച് അളവിന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിങ്ങനെ തയ്ച്ച് കൊടുക്കാം നേരായിട്ട്. അങ്ങേ അറ്റം വരെ ഒന്ന് തയ്ച്ചെടുക്കണം. എല്ലാം ഒരുപോലെ വരുന്ന രീതിക്കാണ് തയ്ക്കേണ്ടത്. ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഇപ്പോൾ ഇത് നേരായിട്ട് നമുക്ക് ഒരുപോലെ വേണമെങ്കിൽ, വ്യത്യാസമൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നേരായിട്ട് ഒന്ന് ചൊവ്വിനെ മുറിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി. ഇപ്പം ഇത് ബ്ലൗസിൻ്റെ നല്ല ഭാഗമാണ്. ഇടത്തെ സൈഡ്, ബ്ലൗസിൻ്റെ ഇടത്തെ സൈഡ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്കാണ് മറിച്ച് എടുക്കേണ്ടത്. അതുകൊണ്ട് ശകലം ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കഴുത്തിൻ്റെ മോളുവശത്തിലേക്ക്, നല്ല ഭാഗത്തിൻ്റെ മോളുവശത്തിലേക്ക്
ഈ നല്ല ഭാഗവും ഇങ്ങനെ ചേർത്തിട്ട് തയ്യൽ തുമ്പിനുള്ള ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം. എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ തുണി 2 പീസും വലിക്കാതെ ഇങ്ങനെ നമ്മൾ മുറിച്ചിരിക്കുന്ന ആ രീതിക്ക് തന്നെ കൈകൊണ്ട് വിരലുകൊണ്ട് തുണിയൊന്നും വലിച്ചു പിടിക്കരുത്, കഴുത്തിന് സേഫ് കിട്ടത്തില്ല. ഇങ്ങനെ നേരായിട്ട് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ തയ്ച്ചാലേ നമുക്ക് കഴുത്ത് മറിഞ്ഞു വരാതിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും. ഒരുപോലെ ഇത് അങ്ങേ അറ്റം വരെ നമ്മൾ മുറിച്ചിരിക്കുന്ന ആ രീതിക്ക് തന്നെ കൊണ്ടുപോകണം. പിന്നെ ചുരിദാറുമൊക്കെ ഇതുപോലെ തന്നെയാണ് തയ്ച്ചെടുക്കേണ്ടത്. ചുരിദാറും നൈറ്റി പീസുമൊക്കെ പിന്നെ നമ്മൾ കഴുത്ത് ഭാഗം തയ്ക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ അത് പോയിൻ്റ് നെക്കാണെങ്കിൽ നമ്മൾ ഈ കഴുത്ത് പീസ് നേരായിട്ട് വേണം മുറിച്ചെടുക്കേണ്ടത്. ഈ ഷോൾഡർ ഭാഗത്തിലുള്ള ഈ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് ഇങ്ങനെ പുറവശമാണ് നമ്മൾ തിരിച്ച് വെക്കേണ്ടത്. ഇങ്ങനെ ഫ്രണ്ടിലേക്കല്ല, ഇങ്ങനെ പുറവശം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ടത്. 2 പീസും വലിക്കരുത്. വലിച്ചെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പീസ് നമ്മളെ അറിയാതെ ഈ വിരൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് വലിച്ചായാലും പിന്നെ ആ കഴുത്തിൻ്റെ സേഫ് അങ്ങ് മാറിപ്പോകും. ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ 4 ഇഞ്ച് കൂടുതലായിട്ട് വെച്ച് ക്ലോത്ത് മുറിച്ചു. എന്നിട്ട് ഇതിങ്ങനെ വിരൽ കൊണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കാം, കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് കണ്ടില്ലേ, തയ്യലിൻ്റെ പുറത്ത് മുറിക്കാതെ ഈ തുണി മാത്രം ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കണം എല്ലാ സ്ഥലത്തിലും. പിന്നെ ഈ പോയിൻ്റ് വേണ്ട, ഇവിടെ വേണ്ട അങ്ങനെയല്ല, ഈ കഴുത്ത് ഭാഗം മുഴുവനും. എന്നാലേ നമുക്കത് ചൊവ്വിനായിട്ട് കിട്ടുകയുള്ളൂ. കഴുത്ത് ഭാഗം കാണാൻ നല്ല ഒരു ഭംഗിയുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ നൂർന്ന് നിൽക്കും. ഈ കഴുത്ത് ഭാഗം നമ്മൾ ഇത് മുറിച്ചില്ലെങ്കിൽ നൂർന്ന് നിൽക്കും. എന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗം, ഇതാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുത്ത് തയ്ച്ചെടുത്ത തുണി. ഇപ്പോൾ ഈ തുണി ഇങ്ങോട്ട് മറിച്ചെടുക്കുക, ഇങ്ങനെ നൂർത്തി വെക്കണം. ഇങ്ങനെ നൂർത്തി വെച്ചിട്ട് ഇപ്പം ഇതിൻ്റെ പുറത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുത്ത ഈ തുണിയുടെ പുറത്ത് മോൾ വശത്തിലേക്ക് നമ്മളിപ്പം തയ്ക്കുന്നു. താഴെ വശത്തിലേക്ക് കൊണ്ടുവരരുത്, മോൾ വശത്തിൽ തന്നെ ഈ തുണി വരണം. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ കഴുത്ത് ഭാഗം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ആ പോയിൻ്റൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് കൊടുക്കുമ്പോഴേ കൃത്യമായിട്ട് അവിടെ പതിഞ്ഞ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങ് നൂർന്ന് നിൽക്കുന്ന രീതിക്കാണ് കഴുത്ത് ഷോൾഡർ ഭാഗം സകല ലൂസായിട്ട് വരും. ആ സേഫും കിട്ടത്തില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് കാണിച്ചു തരാവേ. ഇങ്ങനെ കൈ കൊണ്ട് മടക്കി വെച്ചിട്ട് ഈ ഭാഗത്തിലേക്ക് നമ്മൾ തുന്നി കൊടുക്കണം. ഇങ്ങനെ ഇവിടെ നമ്മളിങ്ങനെയാണ് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ അത് തുന്നി കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപോലെ ഇങ്ങനെ സകലം കർവായിട്ട് വളച്ച് കൊണ്ടുവരാൻ സകലം ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിലപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ആരംഭ സ്റ്റേജിലുള്ളവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ചുളുക്കം ഉണ്ടാകും. അതുകൊണ്ട് വലിയ തയ്യലായിട്ട് വെച്ചിട്ട് തയ്യലിൻ്റെ അളവ് കൂട്ടി വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തിലേക്ക് ഒരു വലിയ തയ്യൽ വെച്ച് ഈ സൈഡിൽ ഒരു തയ്യൽ കൂടെ തയ്ച്ചു കൊടുക്കാം. തയ്ച്ചു കൊടുത്തിട്ട്
കൈ കൊണ്ട് തന്നെ തുന്നി കൊടുത്തിട്ട് പിന്നെ ആ നൂലങ്ങ് അടർത്തി മാറ്റിയെടുക്കാം. തുന്നി കൊടുത്ത ശേഷം മെഷീനെ വെച്ച് നമ്മൾ തയ്ച്ച ആ തയ്യൽ അടർത്തി മാറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ 2 തയ്യലായിട്ട് തയ്ച്ച് കൊടുക്കാൻ പോവുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ മുകൾവശത്തിൽ തന്നെ വെച്ചിട്ട് ഈ കാർണറിൽ ഇവിടെ എന്നാന്ന് വെച്ചാൽ അളവ് ബ്ലൗസ് അങ്ങനെയാണ് ഇരിക്കുന്നത്. 2 തയ്യലായിട്ട് തയ്ച്ചാണ് കൊടുത്തിരിക്കുന്നത്. മെഷീനിൽ തന്നെ 2 തയ്യലായിട്ട് തയ്ച്ച് കൊടുത്തിരിക്കുന്നു. തയ്യലിൻ്റെ അളവ് തീരെ കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മെഷീനെ തയ്ച്ച് കൊടുത്തിട്ട് രണ്ടാമതും ഉള്ളത് നമ്മൾ തുന്നി കൊടുത്താൽ അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ ആർക്കും അത് ഇപ്പോൾ ഇഷ്ടമല്ല കേട്ടോ. ഇപ്പം എല്ലാവരും ഇങ്ങനെ 2 തയ്യലാണ് ചോദിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ അത് അടർന്നു പോകുമ്പം അത് അത്ര ഭംഗിയില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മെഷീനിൽ തന്നെ 2 തയ്യലായിട്ട് തയ്ച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഒന്ന് തയ്ച്ചിട്ട് ഇവിടം തൊട്ട് രണ്ടാമത് ഉള്ളത് നമ്മൾ പിന്നെ തുന്നി കൊടുക്കണമെങ്കിൽ തുന്നി കൊടുക്കാം. അതും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം ഇത് രണ്ടാമത് ഞാനെന്താ തയ്ച്ച് തന്നെ കൊടുക്കാൻ പോവുക മെഷീനിൽ തന്നെ. ഉണ്ടല്ല ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ നമ്മൾ തയ്ച്ചു കൊടുത്തു. ഇപ്പം കണ്ടില്ലേ, ഇപ്പം 2 തയ്യലായിട്ട് തയ്ച്ചു കൊടുത്തു. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതേ നല്ലൊരു ഭംഗിയുണ്ട്, അത്രയ്ക്കും വൃത്തികേടൊന്നുമില്ല. ഇതേ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ഈ കഴുത്ത് ഇതുപോലെ തന്നെ നല്ലൊരു ഷേപ്പിനെ തന്നെ ഇതുപോലെ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ നൂർന്ന് നിൽക്കും. ഒന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പം കഴുത്തിനെ കാണാൻ നല്ല ഒരു രസമുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.